Hi friends, once again a warm welcome to another good episode. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് രണ്ട് എപ്പിസോഡ്സിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഷുഡ് മസ്റ്റ് ഹാവ് ടു ഓറ്റ് അടക്കമുള്ള ആ ഒരു നാൽവർ സംഘത്തെ കുറിച്ചാണ്. കറക്റ്റ് അല്ലേ? അവ ഒരുപോലെ ഉപയോഗിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി, വ്യത്യസ്തമായിട്ടും ഉപയോഗിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവയ്ക്കെല്ലാം പകരമായിട്ട് ഒരൊറ്റ സൂപ്പർ സ്ട്രക്ചർ മതി എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ആ സൂപ്പർ സ്ട്രക്ചർ ഏതാണ്, അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ. ഓക്കെ, സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ ലെറ്റ്സ് ഡൈവ് ഇൻ ടു എ സ്മോൾ സ്റ്റോറി ഓർ റാദർ എ സിറ്റുവേഷൻ. ഒരു ചെറിയൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ നോക്കുക. ഇറ്റ്സ് എ കോളേജ് ആൻഡ് എ ലെക്ചറർ ഈസ് ടേക്കിംഗ് ക്ലാസ്സസ്. And somehow, I don't know why, because of his political ideologies or inclinations, he began to talk supporting the views and philosophies of a particular political party and their activities. ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ അദ്ദേഹം പോളിറ്റിക്സ് സംസാരിക്കാൻ പാടുള്ളതല്ല, അതല്ല അതിന്റെ ഒരു രീതി. അതിന് പകരം അവരുടെ പേഴ്സണൽ ബിലീഫ്സ് ഒക്കെ കുത്തിച്ചേർത്തുകൊണ്ട് പോളിറ്റിക്സ് സംസാരിക്കുന്നത് കണ്ടപ്പോൾ there were some students who could not palate it, who could not digest it. അത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല ചില കുട്ടികൾക്ക്. അപ്പൊ അതിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സർ, ഇറ്റ്സ് എ കോളേജ് ആൻഡ് ദിസ് ഇസ് എ ക്ലാസ്. യു ആർ നോട്ട് സപ്പോസ് ടു ടോക്ക് പോളിറ്റിക്സ് ഹിയർ ഇൻസൈഡ് ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ചോദിച്ചു വാങ്ങിയ ഒരു കമന്റ്, ഒരു അഭിപ്രായമാണ്. അവിടെ ആ കുട്ടി പറഞ്ഞ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. യു ആർ നോട്ട് സപ്പോസ് ടു ടോക്ക് പോളിറ്റിക്സ് ഇൻസൈഡ് ദ ക്ലാസ് റൂം ഓർ ഈവൻ ഇൻ ദ കോളേജ് ബിക്കോസ് ഹീസ് ബിയോണ്ട് ദാറ്റ്. അദ്ദേഹം അതിനപ്പുറം ചിന്തിക്കുന്ന, എല്ലാതും ഉൾക്കൊള്ളുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ടീച്ചർ. അപ്പൊ കുട്ടികളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് ക്ലാസ് റൂമിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫിലോസഫി, ഐഡിയോളജീസ് ഓർ ഹീസ് ബയാസസ് അതൊന്നും പ്രകടിപ്പിക്കാൻ പാടുള്ളതല്ല. ഹി ഈസ് നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. കണ്ടോ, ഹി ഈസ് നോട്ട് സപ്പോസ് ടു ടോക്ക് ലൈക്ക് ദാറ്റ്. ഇവിടെ നമുക്കറിയാം ഈസ്, യു ആർ, ഈസ്, എം ആർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി എന്ന ഒരു ഫോമിന്റെ പല വകഭേദങ്ങളല്ലേ. അപ്പൊ നമ്മൾ ഫോർമുല രൂപത്തിൽ കൂടെ വരണമെങ്കിൽ ബി കഴിഞ്ഞിട്ട് സപ്പോസ് ടു, സപ്പോസ്ഡ് ടു. ഇവിടെയും നമ്മൾ ആ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിക്കുക. എന്നുള്ളത് ഒറ്റടിക്ക് പോയി. ശരിക്കും സപ്പോസ് എന്ന് എഴുതിയിട്ട് ഒരു ടു എഴുതിയാൽ എങ്ങനെ വായിക്കും? അങ്ങനെ അത് പറയാൻ പാടുള്ളൂ, സപ്പോസ് ടു. ശരിക്കും സപ്പോസ്ഡ് ടു എന്നുണ്ട്, പക്ഷെ ഉച്ചാരണത്തിൽ അത് കേൾക്കാൻ പാടില്ല. യു ആർ നോട്ട് സപ്പോസ് ടു, യു ആർ സപ്പോസ് ടു. ഇതൊക്കെയാണ് അതിന്റെ ഒരു സ്റ്റൈല്. അപ്പൊ നമ്മൾ എന്താണ് സ്ട്രക്ചർ എന്ന് വ്യക്തമായി മനസ്സിലായില്ലേ? ബി പ്ലസ് സപ്പോസ് ടു. ഇനി സപ്പോസ് ടു കഴിഞ്ഞിട്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെയും നമ്മൾ ട്രഡീഷണൽ വേ ഓഫ് എഡ്യൂക്കേഷനിൽ, പഠനത്തിൽ അവിടെ ആക്ച്വലി ഒരു ഡു ആക്ഷനെ പറയുള്ളൂ. കാരണം ഡു ഐഡിയനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഇംഗ്ലീഷ് പാഠങ്ങളും പഠന രീതികളൊക്കെ. ബിയും ഹാവും അവരങ്ങ് ഇഗ്നോർ ചെയ്തിരിക്കുക. അത്തരത്തിലുള്ള ഒരു സമീപനം കൊണ്ടു നടക്കണമായിരുന്നെങ്കിൽ ഈ സ്പെൽ സിസ്റ്റത്തിലൂടെ പോകണമായിരുന്നു. അങ്ങനെ ഇന്നോളം ആരും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് സപ്പോസ് ടു ബി, സപ്പോസ് ടു ഡു, സപ്പോസ് ടു ഹാവ് എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ, അതായത് സപ്പോസ് ടു കഴിഞ്ഞിട്ട് ബി ഡു ഹാവ് എന്നുള്ള ആ ഒരു ട്രാക്കിലൂടെ എന്തും പഠിക്കണം, പഠിപ്പിക്കണം, മനസ്സിലാക്കണം എന്നുള്ളൊരു ഒരു വേ ഓഫ് എഡ്യൂക്കേഷൻ ഇന്നോളം ഒരു സ്ഥലത്തും എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അത് വരാതിരുന്നത്. നമ്മളൊക്കെ ഡൂവിൽ മാത്രമാണ് എക്സാമ്പിൾസ്. നമ്മൾ എന്ത് കേട്ട് കഴിഞ്ഞാലും ഡു മാത്രമാണ്. ടെൻസ് എന്ന് പറഞ്ഞാൽ പോലും ഡൂവിലല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ബിയിലും ഹാവിലും ടെൻസ് ഉണ്ടെന്ന് പോലും ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല. കാരണം ഈ മൂന്ന് ആശയവും ഒരുപോലെ വേർബ്സ് ആണ് എന്നുള്ള ചിന്ത ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ കാണിക്കുന്ന ഡു മാത്രം. എന്താ ബി എന്താ വെർബ് അല്ലേ? ബിയുടെ ടെൻസ് പറഞ്ഞ എന്താ കഴിക്കോ, എന്താ ഡൂവിന് എന്താ കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കണമായിരുന്നു. നമുക്കങ്ങ് ചോദിക്കാന്ന്. ബിയും വെർബ് തന്നെയാണ്, ഹാവും വെർബ് തന്നെയാണ്. എന്ത് വേർബ്സ്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ കാണിക്കുന്ന വേർബ്, ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പ്രവൃത്തി കാണിക്കുന്ന വേർബ്, ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പൊസഷൻ, ഉടമസ്ഥാവകാശം കാണിക്കുന്ന വേർബ്. ഓക്കെ, മൂന്നും വെർബ് തന്നെ. എങ്കിലും അതില് ഒരല്പം പ്രാധാന്യം, കുറച്ചധികം പ്രാധാന്യം ഉണ്ട് കേട്ടോ, അല്പല്ല. പ്രാധാന്യം ഡൂവിനുണ്ട് എന്നുള്ളത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ അംഗീകരിക്കുന്നു. ബട്ട് അവരുടെ സ്റ്റാറ്റസ് ഒരുപോലെയാണ്. ബിയും ഹാവും വേർബ്സ് തന്നെയാണ്, അതായത് അവസ്ഥ കാണിക്കുന്നതും ഉടമസ്ഥാവകാശം കാണിക്കുന്നതും. പക്ഷെ ഇത് അറിയാത്തത് കൊണ്ടാണ് ടെൻസ് എന്ന മേഖലയിലേക്ക് കിടക്കുമ്പോൾ ഡു മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയിൽ നിൽക്കുകയാണ്.
ഇത് രണ്ടും ടെൻസ് തന്നെയാണ്. ഹി ഈസ് സിമ്പിൾ എന്നുള്ളത് കണ്ട, സി ഈസ് സിമ്പിൾ, ഈസ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് പറയാനായിട്ടുള്ള ചങ്കുറപ്പ് ഈ സ്പെൽ സിസ്റ്റത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് മാത്രമേ നിലവിൽ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അത് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും കിട്ടുന്നില്ല. അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ആളുകൾ പോയിട്ടില്ല. ഒരു പക്ഷേ അധികം വൈകാതെ ആ മെത്തേഡിലേക്ക് ഇറങ്ങി വരുമായിരിക്കാം. ലെറ്റ്സ് ഹോപ്പ് സോ. സോ ദ പോയിന്റ് ഈസ്, നിങ്ങൾ യു ഷുഡ് നോട്ട് ടോക്ക് പോളിറ്റിക്സ്, അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് ടോക്ക് പോളിറ്റിക്സ്, ഓർ എന്താ പറയാ, യു ഡോണ്ട് ഹാവ് ടു ടോക്ക് പോളിറ്റിക്സ്. നമ്മൾ ഹാവ് ടുനെ നെഗറ്റീവ് ആക്കുമ്പോൾ അങ്ങനെയാണ്. യു ഡോണ്ട് ഹാവ് ടു ടോക്ക് പോളിറ്റിക്സ്, ഓർ യു ought not to talk politics. ഈ 4 സ്ട്രക്ചറിലൂടെ നമ്മൾ നെഗറ്റീവ് പറയുന്നതിന് പകരമായിട്ട്, അഥവാ ഈ 4 സ്ട്രക്ചർ പറയുന്നതിന് പകരമായിട്ട് ഈ 4ന്റെയും എസെൻസ് ഉൾക്കൊള്ളുന്ന ഒരൊറ്റ സ്ട്രക്ചറാണ് ബി സപ്പോസ് ടു എന്നുള്ളത്. ഇതിലങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ ഇതൊരു സൂപ്പർ സ്ട്രക്ചറാണ് അല്ലേ? ഇപ്പൊ നിങ്ങള് നന്നായി പഠിക്കേണ്ടതാണ് ഈ സമയത്ത്. എന്ന് പറയുമ്പോൾ യു ഷുഡ് ആണോ, മസ്റ്റ് ആണോ, ഹാവ് ടു ആണോ, ഓട്ട് ടു ആണോ നമുക്ക് സംസാരിക്കേണ്ടത് എന്ന് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതി. യു ആർ നോട്ട് സപ്പോസ് ടു വേസ്റ്റ് യുവർ ടൈം ഹിയർ, ഓർ യു ആർ സപ്പോസ് ടു സ്റ്റഡി നൗ. യു ആർ സപ്പോസ് ടു ഡു. നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് അതിന്റെ ഒരു രീതി. നിങ്ങളുടെ ഡ്യൂട്ടി ആണെന്നോ, അത് അത്യാവശ്യമാണെന്നോ, നിങ്ങളുടെ ധാർമ്മികതയാണെന്നോ എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അവരേതാ ഉൾക്കൊള്ളേണ്ടത് അവരതിൽ നിന്ന് അതങ്ങ് എടുത്തുള്ളൂ. നമ്മൾ ഇതങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ ബി സപ്പോസ് ടു എന്നുള്ളത് ഒരു സൂപ്പർ സ്ട്രക്ചർ ആണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി നമ്മൾ 1-2 എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കുക. ഇത് പറയുമ്പോൾ വീണ്ടും അഗെയിൻ നമ്മുടെ സ്പെഷ്യാലിറ്റിയിലേക്ക് വീണ്ടും വരിക. സ്പെൽ ഫോർമുലയിലൂടെ പഠിക്കുമ്പോൾ എന്തും ബി ഡു ഹാവിലൂടെ കടത്തിവിടണമെന്ന് പറഞ്ഞില്ലേ? ഈ 3 ട്രാക്കിലൂടെയും കടത്തിവിട്ടാൽ മാത്രമേ എന്തും നമുക്ക് അതിന്റെ കംപ്ലീഷനോട് കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ. അപ്പോൾ ബി സപ്പോസ് ടു വെച്ചിട്ട് ബി പറയാം, ഡു പറയാം, ഹാവ് പറയാം. പൊതുവെ എല്ലാവരും ഡു മാത്രമേ പറയാറുള്ളൂ എന്ന് മാത്രം. നമുക്ക് ആ ഒരു രീതി അങ്ങ് പൊളിച്ചെഴുതാമെന്ന്, നമ്മൾ ഒരു പുതിയ ഒരു സംസ്കാരം, ഇംഗ്ലീഷ് ഭാഷ പഠനം രീതി അങ്ങ് തുടങ്ങട്ടെ. ലെറ്റ് us begin the change. We should be the change. Let's be the change. നമുക്കാവാം ഒരു ചേഞ്ച്. അങ്ങനെ ലോകം മുഴുവനും ഈ ഒരു ചേഞ്ച് അങ്ങ് കത്തിപ്പടരട്ടെ. ഓക്കെ. അപ്പൊ ഇത് പ്രകാരം എന്ത് പറഞ്ഞു? യു ആർ നോട്ട് സപ്പോസ് ടു ബി എ പോളിറ്റീഷ്യൻ ഇൻ ദ ക്ലാസ് റൂം. നിങ്ങൾ ഒരു പോളിറ്റീഷ്യൻ ആവാൻ പാടില്ല. കണ്ട, ബി വെച്ചപ്പോ ആകുക എന്നർത്ഥം. യു ആർ നോട്ട് സപ്പോസ് ടു ബി എ പൊളിറ്റീഷ്യൻ. യു ആർ നോട്ട് സപ്പോസ് ടു ടോക്ക് പോളിറ്റിക്സ്, സംസാരിക്കാൻ പാടില്ല. ആൻഡ് യു ആർ നോട്ട് സപ്പോസ് ടു ഹാവ് എനി സച്ച് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ അത്തരത്തിലുള്ള ആശയങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക്. Maybe outside the classroom, you can have whatever you want. You can be whatever you want. You can do whatever you want. But inside the classroom, inside that classroom or college premises, you are not supposed to be like this. You are not supposed to do like this. You are not supposed to have like this. And be, do, have. Complete ideology നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പൊ ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് എന്ത് സ്ട്രക്ചർ ആണെങ്കിലും, എന്ത് സിമ്പിൾ ഐഡിയ ഒരു മോഡൽ ആണെങ്കിൽ പോലും നമ്മൾ അതിനെ ബി ഡു ഹാവിലൂടെ അങ്ങ് കടത്തിവിടും. അതല്ലേ ഒരു നല്ല സ്നേഹമയി ആയിട്ടുള്ള ഒരു അമ്മയെ പോലെ. അങ്ങനെയല്ലേ എല്ലാ മക്കളെയും ഒരുപോലെ കണ്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ? അങ്ങനെ ഇനി എല്ലാ ആശയങ്ങളും ഈ ബി ഡു ഹാവ് ആശയങ്ങൾക്കൊക്കെ ഒരുപോലെ അങ്ങ് സപ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കുക. അവർ 3ഉം ഒരുപോലെ അങ്ങ് വളർന്നു വരട്ടെ. ഏതെങ്കിലും ഒരു മകനോട് മാത്രം നമ്മൾ പക്ഷപാതം കാണിക്കരുത്. ഇത്രയും കാലം ഇംഗ്ലീഷിലത്തെ ഈ 3 മക്കളിൽ ഡൂവിനെ മാത്രം നമ്മൾ അങ്ങ് തീറ്റ കൊടുത്ത് കൊഴുപ്പിച്ച് കൊണ്ടുവന്നു. ബിയും ഹാവും ചുള്ളിക്കുമ്പോൾ മൈരങ്ങ് ശോഷിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മറിഞ്ഞ് തട്ടിത്തടഞ്ഞ് തക്കട തരികടായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് നമ്മുടെ ഭാഷയ്ക്ക് കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ശരിയാണല്ലോ, നമ്മൾ ആ 2 ആശയങ്ങൾ അത്ര അങ്ങോട്ട് വേണ്ട അർഹമായിട്ടുള്ള പ്രാധാന്യം ഇന്നോളം കൊടുത്തില്ലല്ലോ എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഐ എം റെഡി ടു അഗ്രി വിത്ത് ദാറ്റ്. ഓക്കെ. സോ ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ പിടിയിട്ടില്ലേ? ഇതുപോലെ ഒരു 10-55-60 സൂപ്പർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഷയുടെ ആ ഒരു റേഞ്ച് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറെ ഉണ്ട്, അതിനെ ഡെവലപ്പ് ചെയ്യാൻ കുറെ ഉണ്ട്, എന്നിട്ട് അതിനൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വീണ്ടും കുറെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഡൂപ്പർ ലുക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഈ പ്രോഗ്രാമിലുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ഇപ്പൊ പുറത്തേക്ക് മുഴുവൻ അങ്ങ് പറയുന്നില്ല. ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. മേ ബി നെക്സ്റ്റ് വീഡിയോയില് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പം കിട്ടും, ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് പകർന്നു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് ഇത്തിരിച്ച് ഇങ്ങനെ സ്മോൾ ഡോസസ് ആയിട്ട് കിട്ടിയത് കൊണ്ട് വലിയ കാര്യമില്ല.
അത് നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ കൂടെ ഒപ്പം എനിക്കും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ കൂടെ. കാരണം ഇറ്റ്സ് എ വിൻ വിൻ സ്ട്രാറ്റജി. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വളരണ്ടേ, അല്ലാതെ ഒരു സൈഡ് പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഇംബാലൻസ്ഡ് ഗ്രോത്തിന്റെ ആവശ്യമില്ല. അപ്പൊ രണ്ട് സൈഡും ഒരുപോലെ വളർന്നു പോകുന്നതല്ലേ അതിന്റെ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത്. അപ്പൊ രണ്ട് കൂട്ടർക്കും ഗുണം കിട്ടുന്നതായിട്ടുള്ള ഒരു ടെക്നിക്ക്, ഒരു പ്രോഗ്രാം, ഒരു ക്ലാസ് റൂം സിസ്റ്റത്തെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയണം. ഞാൻ ആ പറയുന്നതിൽ വല്ല അപാകതയോ തെറ്റോ ഉണ്ടെങ്കിൽ യു ക്യാൻ പോയിന്റ് ഇറ്റ് ഔട്ട്. നോ പ്രോബ്ലം, ഐ ആം റെഡി ആൻഡ് വില്ലിംഗ് ടു ചേഞ്ച്. അതർവൈസ് ലെറ്റ്സ് ഗോ ദാറ്റ് വേ. നമുക്ക് അങ്ങനെ പോകാം. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതെല്ലാം ഒരുമിച്ച് കിട്ടാനായിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു സിസ്റ്റത്തെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ പോണേ. Let's meet in the next video. Till then, bye bye and good luck.